ഇപ്പം നമ്മുടെ നാട്ടിൽ പൂരങ്ങളും മറ്റുള്ള പെരുന്നാളുകളും നേർച്ചകളും ഒക്കെ ആരംഭിച്ചു അല്ലേ? പലരും പൂരത്തിനും വേലയ്ക്കും പെരുന്നാളിനും നേർച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു പൂരത്തിൻ്റെ, അതായത് കാവചേരി പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റ് ക്യൂസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ പൂജാനുഷ്ഠാനങ്ങൾ ചെയ്തു വരുന്ന ക്ഷേത്രമായിട്ടുള്ള പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് കാവശ്ശേരി പൂരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് പോയപ്പോഴാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് ഉത്സവം അടുത്തുള്ള സമയങ്ങളിലൊന്നും അതൊന്നും അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഈ ഉത്സവ സമയമായപ്പോഴാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. ഒരുപാട് ആൾക്കാർ ഉത്സവ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് അത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾക്ക് എല്ലാവർക്കും ഉത്സവത്തിന് പോവുക, അല്ലെങ്കിൽ പെരുന്നാളിന് പോവുക, അല്ലെങ്കിൽ നേർച്ചയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് വരും, ഒരുപാട് കാഴ്ചകളുണ്ടാവും. അതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. നമ്മൾ ചിലപ്പോൾ ചിലർ പോകുന്നത് ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ, കുട്ടികളാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങാനായിരിക്കും, പെൺകുട്ടികളാണെങ്കിൽ മാല, കമ്മൽ, വള അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനായിരിക്കും, ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും വാങ്ങാനായിരിക്കും. ചിലർ ഈ ഉത്സവപ്പറമ്പിൽ പോയിട്ട് ഭക്ഷണങ്ങളുണ്ടാവും, വെറൈറ്റി ഭക്ഷണങ്ങൾ, അത് കഴിക്കാനായിരിക്കും. എല്ലാ കുടുംബങ്ങളോട് കൂടിയിട്ട് നല്ല രസമായിട്ട് ആഘോഷിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഓരോരോ ഉത്സവപ്പറമ്പുകളും പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും നേർച്ചയ്ക്ക് പോയാലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി കാണാനാണ് നമ്മൾ പലരും ഉത്സവപ്പറമ്പിലേക്ക് അല്ലെങ്കിൽ പൂരത്തിനും എല്ലാം പോകുന്നത്. എന്താണ് എവിടെ? ആ ഉള്ളില്ലേ? ആ നൈസായിട്ട് വൈഡേക്കരനെ
അതായത് ഈ ആന ഇതിലേക്ക് കയറി വന്ന് മുകളിൽ കയറി 3 വലം വയ്ക്കും. പഞ്ചവാദ്യം തകർന്നു കഴിഞ്ഞിട്ട് വെടിക്കെട്ട് കഴിഞ്ഞ ശേഷം ആന മുകളിൽ കയറും, കാവ് കയറി ഇറങ്ങും. പിന്നെ ആന തിരിച്ചു പോകും. പിന്നെ കുതിരയാണ്, കുതിര അവിടെ നിന്ന് തുടങ്ങും. ആന കാവ് കയറിയതിന് ശേഷം വെടിക്കെട്ട് സ്റ്റാർട്ട് ആവും അല്ലേ? അല്ല, ഇപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ 7:30 ഇതിപ്പോൾ അവിടുത്തെ പാണ്ടിമേളം തമർന്നാൽ പഞ്ചവാദ്യം തമർന്നു കഴിഞ്ഞാൽ വെടിക്കെട്ട് 7:30 അത് 7 മണിക്ക് ക്ലോസ് ചെയ്യും. 3 ദേശക്കാരെയും കഴിയും. 3 ദേശക്കാരെയും കഴിയും. അപ്പോൾ 7:30 കഴിയും. ഓരോ ദേശത്തും 7:30 ഒരു ദേശം, പിന്നെ അടുത്ത 1 മണിക്കൂർ വേറെ ദേശം. പിന്നെ രാത്രി കുതിരക്കളി കുതിര ആണല്ലേ? ചെറിയ കുതിരയെ തോളത്തേറ്റി വരണ? അതെ, ചെറുത് പറഞ്ഞാൽ ഇത് എത്രയും ഉണ്ടാവും, 6 അടിയില്ലേ? 6-7 അടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഐതിഹ്യം ഇതിൻ്റെ ദൈവത്തിൻ്റെ അതൊക്കെ പോയിട്ട് ഭയങ്കര വെയിറ്റ് ശക്തിയാണ്. അതുകൊണ്ട് നേരെ ഇതിൻ്റെ റോട്ടിൽ കൂടെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ രാവിലെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ മുഴുവൻ. നാളെ എഗെയിൻ ഉണ്ട്. രാവിലെ ഇതെല്ലാം രാത്രി ഇത്തത് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ രാവിലെ കുരുതിയുണ്ട്. വെളിയിൽ ക്ഷേത്രപാലകൻ കുമ്പളങ്ങ വെട്ടി അത് കഴിഞ്ഞ് 7 ദിവസത്തിന് അടക്കി. അടുത്ത തിങ്കളാഴ്ച ഈ 7 ദിവസമൊക്കെ പഴംപൂരുണ്ട്. അതും ഗംഭീരമുണ്ട്. പഴംപൂരും ഗംഭീരമുണ്ട്. ആദ്യത്തെ ദേശക്കാരുടെ വെടിക്കെട്ട് 7 മണിക്ക് സ്റ്റാർട്ട്, 7:30 സ്റ്റാർട്ട്. ഇതിപ്പോൾ ഈ ആണ് നടന്നിട്ടുള്ള 3 ദേശത്തിൻ്റെയാണ്. 3 ദേശത്തിൻ്റെ ഒന്നിച്ച് നിൽക്കണം. കാവശ്ശേരി, പഴനി, വാവുള്ളിയാവ്. പിന്നെ ഇവിടുത്തെ ഈ കൾച്ചറൽ ഫംഗ്ഷൻ നടക്കുന്നൊക്കെ അവിടെ കണ്ടു കാണും അല്ലേ? ഇല്ല, അവിടേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ആ അമ്പലത്തിന്റെ ആനയുടെ അപ്പുറത്ത് ഒരു കൂട്ടാര പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലിയ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഈ കൊടിയേറ്റിലൊക്കെ, അവിടെ കൂറിയിടുന്നത്. അവിടെ 10 ദിവസം മുമ്പ് ഡെയിലി ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആശാ ശരത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 1-ാം തീയതി മറ്റേ ബ്രോഷറിൽ കണ്ടത്. പിന്നെ ഡാൻസും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ 101 കലാകാരന്മാരുടെ ഇതുണ്ടായിരുന്നു, മാധ്യമം.
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും പങ്കെടുക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ.